എൻ്റെ എല്ലാമായ ഗുരുവെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഓർഗനൈസ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനദവസിയാണ്. സ്വാമിക്ക് ഞങ്ങളുടെ ഒരു കൊട്ടാരക്കര ഞങ്ങളുടെ ഒരു ശാന്തിഗിരി ആശ്രമം പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗുറേഷൻ ഉള്ളതുകൊണ്ട് സ്വാമിക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അതിന് പകരമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ ഒരു സന്ദേശം സ്വാമി സദ്ഗുരുവേ ശരണം. സമീപകാലത്ത് ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേരെ ബാഹ്യമായും ആന്തരികമായും വലിയ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ് കൂടി വരുന്നത്. സമൂഹം ഒത്തൊരുമിച്ച് ഇതിനെ നേരിടണം. ലോകത്ത് ആത്മീയമായ സംസ്കാരം വളർന്നു വരുന്നത് തന്നെ സന്യാസിമാരിലൂടെയാണ്. ആത്മീയത എന്താണ് എന്ന് ലോകം അനുഭവിച്ചും രുചിച്ചുമറിഞ്ഞത് ഭാരതത്തിൽ നിന്നാണ് ഒരാത്മീയത എന്തെന്ന് വിദേശീയനായാലും ലോകത്തിൽ ഏത് കോണിലുള്ള പ്രാർത്ഥിക്കുന്ന ഏത് ഭക്തനായാലും തിരിച്ചറിയുവാൻ കഴിയുന്നത് ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരത്തിൽ നിന്ന് മാത്രമാണ്. ഇവിടെ നിന്ന് കടമെടുത്തുകൊണ്ടുപോയ വൈദേശിക അവർ ഉരുത്തിരിഞ്ഞു വന്ന അവരുടെ പ്രാർത്ഥനാ നിർഭരമായ പല ചടങ്ങുകളും ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരങ്ങളിൽ നിന്ന് കൊണ്ടുപോയതാണ്. ആർഷഭാരതത്തിൻ്റെ സംസ്കാരം സന്യാസ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമ്മയും ആശ്രമവും അതിൻ്റെ പ്രവർത്തനങ്ങളെ ലോകമെമ്പാടും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് അനേക ലക്ഷങ്ങൾക്ക് ആത്മീയമായും ഭൗതികമായും ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവർക്ക് നിരാലംബരെയും അവശത അനുഭവിക്കുന്നവരുമായ സാധാരണപ്പെട്ടവൻ്റെ പട്ടിണി മാറ്റുവാനും കിടപ്പാടം നഷ്ടപ്പെട്ടവന് കിടപ്പാടം നൽകിയും സ്നേഹത്തിൻ്റെ തീക്ഷ്ണമായ ഭാഷയിൽ അമ്മ കാണിക്കുന്ന വ്യഗ്രത ലോകത്തിന് ഒരു മാതൃകയാണ്. ഭാരതത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെ ലോകത്താകമാനം പ്രചരിപ്പിക്കുവാൻ അമൃതാനന്ദമയി മഠത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് തടയിടാൻ ഇങ്ങനെയൊരു സംഘടന വഴി ഒരു സമൂഹം പ്രതിജ്ഞാബദ്ധരായതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇങ്ങനെ ലോക നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കടമയാണ്. അതിനുവേണ്ടി എല്ലാവരും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നു. ഇതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യാശിച്ചുകൊണ്ട് അമൃതാനന്ദമയി മഠത്തിന് വേണ്ട എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിനു വേണ്ടി സ്വാമി ഗുരുരത്നം ജ്ഞാനദവസി ഈ അവസരത്തിൽ വരുന്നു. അമ്മയുടെ സ്നേഹത്തിൻ്റെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ മുഴുകി നിൽക്കുന്ന നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ജീവിതത്തിൻ്റെ ഉറപ്പും താങ്ങും തണലുമേകുവാൻ പ്രാപ്തമായ വിഷയത്തിൽ ആശ്രമത്തിൻ്റെ ഭക്തിമാർഗത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലും കടന്നു വരുന്ന പ്രശ്നങ്ങൾ ഒരു ഉറപ്പാക്കി തീർക്കുവാൻ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇതിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.